ഹലോ, ഇത് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി പനിയൊക്കെ മാറി വരുന്നേ ഉള്ളൂ. ഇവക്കുട്ടിക്കും പൊന്നൂസിനും ഒന്ന് ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ, അതായത് ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരമാണ് പോണത്. അതും വീടിനടുത്തുള്ള ഇടവക പള്ളിയിലല്ല കേട്ടോ പോണത്, ഇടപ്പള്ളിയിലും പിന്നെ വടക്കേക്കോട്ടയിലുള്ള യൗസേപ്പിതാവിൻ്റെ പള്ളിയിലും പോയേക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഉൾവിളി വന്നു. വൈകുന്നേരത്തെ പെട്ടെന്നൊരു തീരുമാനമായിരുന്നു പോകാം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പോയി മുളന്തുരുത്തി ഭാഗം എത്തി. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വെയിലുള്ളത് കൊണ്ട് പരാതി പറഞ്ഞിട്ട് ഒരു 4 മണി കഴിഞ്ഞ് 5 മണിയൊക്കെ ആകാറായി തോന്നണു. അപ്പോൾ ഇളം വെയിലല്ലേ, വൈറ്റമിൻ ഡി അല്ലേ, അത് കൊള്ളട്ടെ എന്ന് ഞാനും വിചാരിച്ചു. വെയിലൊന്നും കൊള്ളാറില്ലല്ലോ, സ്കൂളിട്ട് വന്നാൽ വീട്ടിൽ അകത്തൊക്കെ തന്നെ അല്ലേ, അപ്പോൾ വെയിൽ കൊള്ളട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വൈറ്റമിൻ ഡി അവർക്ക് കിട്ടി ഫ്രീ ആയിട്ട്. പിന്നെ ഞാനും എൻ്റെ കുറച്ച് വീഡിയോസും റീൽസൊക്കെ എടുക്കുകയായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഇറങ്ങാൻ നേരമാണ് ഞാൻ ആലോചിച്ചത്. കാരണം പെട്ടെന്നുള്ള തീരുമാനമല്ലേ, നമ്മൾ വീട്ടിലിരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫോണിൽ ചാർജൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. പോകാമെന്ന് അങ്ങോട്ട് പെട്ടെന്ന് ഉൾവിളി വന്ന് പോകാമെന്നുള്ള പെട്ടെന്ന് തീരുമാനമായിരുന്നല്ലോ. ഓട്ടോയിൽ കയറി വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഓർത്തത്, ദൈവമേ ഇപ്പോൾ ഫോൺ ഓഫായി പോകുന്ന പരുവത്തിലാണ്. അപ്പോൾ ഇച്ചിരി പിശുക്കിയാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേയൊക്കെ മിസ് ചെയ്തു. എനിക്ക് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എങ്കിലും മെയിനായിട്ട് എനിക്ക് യൗസേപ്പിതാവിൻ്റെ പള്ളി, അതായത് വടക്കേക്കോട്ടെ പള്ളിയിലും ഇടപ്പള്ളിയിലും എങ്ങനെയെങ്കിലും വീഡിയോ ഇങ്ങനെ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം അവസാനം എന്താ സംഭവിക്കണമെന്ന് നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ ഇത്, നടക്കാവ് കേട്ടോ. കാരണം എനിക്ക് മുളന്തുരുത്തി, ഞാൻ ആദ്യം ഒരു സ്ഥലപ്പേര് പറഞ്ഞില്ലേ, മുളന്തുരുത്തി, ഈ നടക്കാവ്, പിന്നെ അടുത്ത് തന്നെ വരും കേട്ടോ ഒരു പുതിയ കാവ്. എനിക്ക് കാണാപ്പാട് ആ സ്ഥലപ്പേരൊക്കെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അടുത്തടുത്ത് പല വീഡിയോസിലും പറയാറുണ്ട്. വേറെ ഹായ് ചേച്ചി. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് നമ്മൾ പുതിയ കാവ് എത്തി. നോക്കിയപ്പോൾ ഭയങ്കര റോഡ് മൊത്തം പുകയായിരുന്നിട്ടാ. ഇപ്പം ഇങ്ങനെ സൈഡിൽ കാണുന്ന പോലെ അല്ല, ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും ഭയങ്കര പുകയായിരുന്നു. ഞങ്ങളത് തീ പിടിച്ചാന്ന് ഓർത്ത് നോക്കിയപ്പോൾ അവിടെ തീ ഇട്ടേക്കണേ ആരാണ്ടോ. പിന്നെ ഇവിടുത്തെ പരിപാടിയൊക്കെ നടക്കുകയാണ് ഗായ്സ്. പിന്നെ പൊന്നൂസ് വനവഴിക്ക് നിങ്ങൾ കണ്ടില്ലേ എൻ്റെ മടി കിടന്ന് ഉറങ്ങണത്. അവൾക്ക് വണ്ടി കയറിയിട്ട് താമസമേ ഉള്ളൂ, അവൾ കിടന്ന് ഉറങ്ങും. വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാൽ അത് ഉറങ്ങേയില്ല. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങേണ്ടതേ കാര്യമുള്ളൂ. അപ്പോൾ കാഴ്ചകൾ കണ്ട് ഇപ്പോൾ ഞാൻ പിള്ളേരെ ഓർത്തിട്ടാണ് ഇങ്ങനെയൊക്കെ പോണത് തന്നെ. കാരണം പിള്ളേർ കാഴ്ചയെ കാണട്ടെ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അവളുമാർ കിടന്ന് ഉറങ്ങും. ദൈവമേ ഇതേ പ്രേതം, അയ്യോ നോക്കിയേ. അങ്ങനെ നമ്മൾ ഇപ്പോൾ തൃപ്പൂണിത്തുറ എത്തി. തൃപ്പൂണിത്തുറ ഹോസ്പിറ്റൽ കണ്ടോ, അതാണ് കേട്ടോ ഹോസ്പിറ്റൽ, തൃപ്പൂണിത്തുറ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റൽ കാണുമ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും ഞാൻ പൊന്നൂസിനെ പ്രസവിച്ച ഹോസ്പിറ്റലാണ്. അങ്ങനെ വർത്തനം പറഞ്ഞ് നമ്മൾ എവിടെ എത്തി ഗായ്സ്? അതെ, ചമ്പക്കരപ്പാലം ഇറങ്ങുകയല്ലേ ഇത്? ഇറങ്ങുകയാണ് ഗായ്സ്. അങ്ങനെ ചമ്പക്കരപ്പാലം നമ്മൾ ഇറങ്ങുകയാണ്. അതേ നമ്മളെ വെട്ടിച്ചിട്ട് ഒരു ജീപ്പ് പോണ്. ഇതൊക്കെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിലും പക്ഷെ മനസ്സിലൊരു ടിക് 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 എന്നൊരു പേടിയാണ്. വേറെ ഒന്നുമല്ല, ചാർജ് എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകും. വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ ലോങ്ങൊക്കെ വരുന്നത് തന്നെ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ പകർത്തിയില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് അല്ലേ? അപ്പോൾ നല്ല നല്ല കാര്യങ്ങളല്ലേ. അപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. പോണെന്ന് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, ഞാൻ ഫുൾ ചാർജാക്കി വെച്ചേനെ. അപ്പോൾ ഇതിനേക്കാളും വലിയ വീഡിയോ നിങ്ങൾക്ക് കാണാമായിരുന്നു. പക്ഷേ ഈ ചെറിയ വീഡിയോ നല്ലത്, അതാകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലല്ലോ. തീവണ്ടിപ്പാളം. അങ്ങനെ ഇതെൻ്റെ കുപ്പിവെള്ളമാണ് കേട്ടോ, ഞാൻ വെള്ളം കുടിക്കണ കുപ്പിവെള്ളമാണ്. കാരണം വീട്ടിൽ നിന്നൊരു കുഞ്ഞു കുപ്പി എടുക്കാൻ ഞാൻ മറന്നുപോയി. കാരണം ഇടപ്പള്ളി പോകുമ്പോൾ അവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരുന്ന സ്വഭാവം എനിക്കുണ്ട്. എത്ര പേർക്ക് ആ സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനെപ്പോൾ പോയാലും കിണറ്റിൽ നിന്ന് കോരി എടുക്കാറുണ്ട്. അപ്പോൾ പുറത്തിറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറേ ഇങ്ങനെ എത്തിയപ്പോഴാണ് ഞാനത് അയ്യോ കുപ്പി എടുത്തില്ലല്ലോ എന്നോർത്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇരിപ്പിൽ അങ്ങോട്ട് വെള്ളം കുടിച്ച് തീർക്കാം, പള്ളി എത്തണേക്ക് മുമ്പ് കുടിച്ചങ്ങോട്ട് തീർക്കാം. പിള്ളേർക്ക് വെള്ളം വേണമെന്ന് വെച്ചപ്പോൾ ആർക്കും വെള്ളം വേണ്ട. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ കുപ്പിയിലെ വെള്ളം ഇപ്പോൾ കഷ്ടപ്പെട്ട് അങ്ങനെ കുടിച്ച് തീർത്ത്. അങ്ങനെ ഞങ്ങൾ പള്ളി എത്തി. ടാൻടാടാ. ഇനി വാചകം വേണ്ട, എല്ലാവരും പ്രാർത്ഥിക്കാൻ നോക്ക്. bathroom.
ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇവക്കുട്ടി ഇങ്ങനെ ചെറിയൊക്കെ നോക്കി കൊതിച്ച് വായിൽ കപ്പൽ ഓടിക്കണ പാകത്തിന് വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണോ. പാവം കയ്യെത്തണ ദൂരത്തിൽ നിന്ന് ഞാൻ പറിച്ചു കൊടുത്തു 2 പേർക്കും. പക്ഷേ കടുകുമണിയായിപ്പോയി. വലുത് പറിക്കാനായിട്ട് കയ്യെത്തിയില്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ കുഞ്ഞിത് അവർക്ക് പറിച്ചു കൊടുത്തു. ഇപ്പോൾ വലുത് പറിച്ചാലും പുളി തന്നെ ആയിരിക്കും. അപ്പോൾ അവർ ഹാപ്പിയായി. ഞാനും ഒരു കടി കടിച്ചായിരുന്നു, നല്ല പുളിയായിരുന്നു. അപ്പോൾ അവർ ഹാപ്പി, ഞാനും ഹാപ്പി. അങ്ങനെ എൻ്റെ കുപ്പി നന്നായിട്ട് ഞാൻ കുടിച്ച് തീർത്തതാണല്ലോ. അപ്പോൾ ഫുള്ള് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഞാൻ എടുത്തു ഗൈസ്. ഹാപ്പിയായി. അതിനുശേഷം മെഴുകുതിരിയൊക്കെ കത്തിക്കാനായിട്ട് പോയി. അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അങ്ങനെ ഞങ്ങൾ എടപ്പള്ളി പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ വടക്കേക്കോട്ടെ പള്ളിയിലേക്കാണ് പോണത്. എൻ്റെ ചാർജ് എത്രയായിരുന്നു അറിയാം നിങ്ങൾക്ക്? വെറും 4 ചാർജും വെച്ചാൽ ഞാനിവിടെ നിന്ന് പോണത്. വടക്കേക്കോട്ടെ പള്ളി എത്തുമോ എന്ന് എനിക്കറിയില്ല. വടക്കേക്കോട്ടെ പള്ളി എത്തിയപ്പോൾ കറക്റ്റ് 1% ഉണ്ടായിരുന്നുള്ളൂ ചാർജ്. യവസപിതാവ് എന്നെ ഇവിടെ എത്തിച്ചല്ലോ. ഇതൊക്കെ എനിക്ക് പകർത്താനായിട്ട് സാധിച്ചല്ലോ. 1000 നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷമായി. ഇവിടത്തോളം കറക്റ്റ് ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും ഫോൺ ഓഫായി പോയി. അങ്ങനെ ചാർജ് 4 ഉണ്ടാകുന്നുള്ളൂ ഇടപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും. അതുകൊണ്ടാണ് ബാക്കി വീഡിയോസ് വരുന്നതൊന്നും ഞാൻ എടുക്കാഞ്ഞത്. ഇവിടത്തോളം എത്തണ വരെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു വേറെ. പിന്നെ യവസപിതാവിനെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു, നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ചു. നല്ല മനസ്സുരുകി പ്രാർത്ഥിച്ചു. എനിക്ക് സമാധാനമായി, സന്തോഷമായി. ഞാൻ യവസപിതാവിൻ്റെ പള്ളിയിൽ എങ്ങനെയെങ്കിലും എത്തണേ, ചാർജ് തീരാണ്ട് എത്തണേന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ എത്തിയതാണ്. 1% വെച്ചാണ് ഇവിടെ എത്തിയത്. എന്നിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഞങ്ങളങ്ങനെ ഹാപ്പി ആയിട്ട് നേരെ വണ്ടി കിടക്കുന്ന സ്ഥലത്തായിട്ട് പോവാണ്. അതേ യവസപിതാവ്. അങ്ങനെ കറക്റ്റ് യവസപിതാവിൻ്റെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഫോൺ പടേന്ന് ഓഫായിപ്പോയി. പിന്നെ വരുന്ന വഴി ഒന്നും വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല. വരുന്ന വഴിക്ക് ഫുഡ് മേടിക്കാനായിട്ട് കയറി, ബേക്കറിയിൽ കയറി. കാണിച്ചുതരാം എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് കേട്ടോ. വീട്ടിൽ വന്ന് ഉടനെ തന്നെ ഫോൺ ചാർജ് കുത്തിയിട്ടു. ബേക്കറി കയറിയിട്ട് ഈ ഒരു റോസ്റ്റഡ് പീനട്ട് അത് മേടിച്ചു. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതെന്ത് സാധനമെന്ന് അറിയോ? അറിയില്ല അല്ലേ? ഞാൻ തുറന്ന് കാട്ടും. ഇവക്കുട്ടി കുറച്ച് ദിവസമായി പറയണം. അപ്പം ഇന്നാണ് മേടിച്ചെടുക്കാൻ പറ്റിയത്. ടടാൻ ലഡുവും ജിലേബിയും. അപ്പോൾ കുറേ നാളായിട്ട് ലഡുവും ജിലേബിയൊക്കെ കഴിച്ചിട്ട് അപ്പം ഇന്ന് മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രൈഡ് റൈസ് കണ്ടല്ലോ, ഒരു ഫ്രൈഡ് റൈസാണ് മേടിച്ചത്. കാരണം 2 മേടിച്ച് കഴിഞ്ഞാൽ ബാക്കിയായി പോകും. അപ്പോൾ വെറുതെ ഫുഡ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഒരെണ്ണേ മേടിക്കാറുള്ളൂ. എപ്പോഴും ഫ്രൈഡ് റൈസൊക്കെ കുറേ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ 4 പേരും ഷെയർ ചെയ്ത് കഴിക്കും. അങ്ങനെയാണ്. എനിക്കിത് ഞായറാഴ്ച ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. പക്ഷേ വീഡിയോ പകർത്താൻ പറ്റിയില്ല. എപ്പോഴാണെങ്കിലും എഡിറ്റ് ചെയ്തിട്ടാൽ മതിയല്ലോ എന്ന് ഓർത്തു. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ലേറ്റ് ആയായിരുന്നു. കാരണം ഭയങ്കര ലേറ്റായിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയതും. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നാണ് എനിക്ക് ആ വീഡിയോ ഇടാനായിട്ട് പറ്റിയത്. അപ്പോൾ എല്ലാവരും നല്ലോണം പ്രാർത്ഥിച്ചോളൂ. ഇപ്പോൾ വല്ലപ്പോഴാണ് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാറ്. പെട്ടെന്ന് മനസ്സിൽ ഉൾവിളി വന്നാൽ പോകട്ടെ, അത് വേറെ കാര്യം. അങ്ങനെ മനസ്സൊക്കെ ഒന്ന് ഹാപ്പിയായി. എല്ലാ ഭാരം അങ്ങോട്ട് ഇറക്കി വെച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ. ഞായറാഴ്ചത്തെ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കൊച്ചു വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് വരുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.